ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് അല്ലേ? ചിക്കൻ കറി. ചിക്കൻ കറി അല്ല, ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരേ ഇൻഗ്രീഡിയൻസ്. കറിയല്ല, ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും, പക്ഷെ വഴക്കുണ്ടാക്കണ്ട. അനീഷ ഒരാള് പറഞ്ഞ അത് ഒരേ ഇൻഗ്രീഡിയന്റ് ആരായിരുന്നു സെലക്ട് ചെയ്തത്? ഷെഫായിരുന്നു. അപ്പം ദിവ്യ പക്ഷെ തേങ്ങാക്കൊത്ത് ഇടാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ദീപന എന്നെ വിളിച്ചിട്ട് കാണിച്ചു, ചേച്ചി ഈ തേങ്ങാക്കൊത്ത് നമുക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ എങ്ങനെ ഇവർക്ക് കിട്ടി? എല്ലാവർക്കും ഒരുപോലെ ടേബിളിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് തേങ്ങാക്കൊത്ത് സെപ്പറേറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ എങ്ങനെ ഇത് അതെങ്ങനെ എവിടുത്തെ ന്യായം അനീഷേ പറയൂ? മല്ലിയില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മല്ലിയില ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊടുക്കാൻ പാടില്ല, ആര് ചോദിച്ചാലും കൊടുക്കാം. ഇപ്പം നോക്കിയപ്പോൾ എന്തോ തേങ്ങ എവിടെ നിന്ന് കിട്ടി, തേങ്ങ എങ്ങനെ കൊണ്ടുവന്ന്, എങ്ങനെ നിങ്ങൾ കൊത്തിയെടുത്തു, അത് അറിയണം. ആരാണ് നിങ്ങൾക്ക് കൊണ്ടു തന്നെ? തേങ്ങാപ്പാൽ ഇവിടെ എല്ലാവരും കൊണ്ടുവച്ചു. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ. ആര് ചെയ്താലും അത് ഇല്ലായിരുന്നേ നിങ്ങൾ തേങ്ങ കൊത്തിട്ട് അവിടെ കൊണ്ട് വെച്ചേനെ. അത് ശരിയല്ലല്ലോ. ഇവിടെ ഒന്നും പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരേപോലത്തെ ഐറ്റംസ് വെച്ചിട്ടുണ്ടെന്ന്? എന്നാലും ചോദിക്കാൻ പാടില്ലല്ലോ. ഇവിടെ വെച്ചിരിക്കുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെയാണ്, ഇത്രയും സാധനം കൊണ്ട് വേണം നിങ്ങളിന്ന് കുക്ക് ചെയ്യാൻ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അത് തുടങ്ങുന്നതിന് മുന്നേ പോയി ചോദിച്ചു. എല്ലാവർക്കും കൊടുത്തതിനേക്കാളും പ്രത്യേകമായ ഒരു ഇൻഗ്രീഡിയൻസ് ഒരാൾക്ക് കൊടുത്തു. ഇല്ല, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ വന്നിരിക്കുന്നത്. തേങ്ങ തന്നോ? ഇല്ല, തന്നിട്ടില്ല. ഇല്ല, തേങ്ങാപ്പാൽ തന്നിട്ടില്ല. ഇല്ല, നമുക്ക് തന്നിട്ടില്ല. അതെങ്ങനെ തേങ്ങാപ്പാലോട് ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. തേങ്ങാപ്പാൽ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിച്ചില്ല. അങ്ങനെ പറ. ഞാൻ എല്ലായിടും പോയി നോക്കി ആദ്യം എല്ലാവർക്കും ഒരുപോലാണോ നമ്മൾ നോക്കി. ഇങ്ങനെ നമ്മൾ മല്ലിയില ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞപ്പോ നമ്മൾ അറിയില്ലായിരുന്നു. ഞാൻ എന്റെ തേങ്ങ കൊത്തി ചോദിച്ചു, തേങ്ങ കൊത്തി അരിഞ്ഞു, അപ്പൊ അത് ഇടാൻ പാടില്ല. എല്ലാവർക്കും ഒരേ സാധനം വെച്ചിട്ട് ചെയ്യാൻ പറയുമ്പോ അതങ്ങനെ തേങ്ങ കൊത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പ്രശ്നമാക്കി. നിങ്ങൾ കറിയാക്കുന്നതിൽ തേങ്ങാക്കൊത്ത് ഇടുമായിരുന്നോ? ഇല്ലല്ലോ. തേങ്ങാക്കൊത്ത് ഇട്ട കറി അല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചു. ശരി, ഞാൻ ഇട്ടില്ല, തേങ്ങാക്കൊത്തൊന്നും ഇട്ടില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാൻ തേങ്ങാപ്പാലൊക്കെ അപ്പൊ ഞാൻ ഇത് അല്ല, ഇത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ പറയായിരുന്നു. അങ്ങനല്ല ദിവ്യ, അതും ഇതൊരു തമാശ കളിയല്ല, ഇതൊരു മത്സരമാണ്. ഇതൊരു ടാസ്ക് തന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ റൗണ്ട് ആണെന്ന് പറഞ്ഞ 10 സാധനമാണെങ്കിൽ എല്ലാവർക്കും 10 നിങ്ങൾ എന്തുണ്ടാക്കാം, എക്സ്ട്രാ എടുക്കാൻ പാടില്ല എന്ന് നമ്മളോട് വന്ന് എന്തായാലും മാറ്റിയല്ലോ. ഞാൻ അതല്ല ബിനുചേച്ചി, മാറ്റിയതോ മാറ്റാത്തോ അല്ല പറയുന്നേ. നമുക്ക് അങ്ങനെ ഒരു ടാസ്ക് തന്നിട്ട് നമ്മളോട് പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞു ഇതാണ് ഈ ടാസ്ക്. ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾ ഇട്ടില്ല, അവിടെ തീർന്നു. അത് പിന്നെയും എടുത്തത് അതല്ല കൃഷിയേട്ടനും, അത് ഞാൻ പറയുന്നത് ഞങ്ങൾ ഇറങ്ങി പോണോ? അതല്ലല്ല, ഈ പറഞ്ഞ എന്ത് സെൻസിലാന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു ടാസ്ക് അങ്ങനത്തെ ആയിരുന്നു. ഇതിങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ട് ആ ടാസ്കിനെ നമ്മളത് സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഈ ഇരിക്കുന്ന ഇത്രയും സാധനം തേങ്ങ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നം ഇത് ഇത്രയും പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞങ്ങൾ കോമ്പറ്റീഷനിലില്ല, നിങ്ങൾ 3 പേര് കമ്പീറ്റ് ചെയ്യൂ. ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതിപ്പോ പറയാ തമാശക്കല്ലല്ലോ, നമുക്ക് എന്താ ഒരുപോലെ ആയിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇതെന്താ സംഭവിച്ചത്? തുടക്കത്തില് ഞങ്ങൾ കുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയന്റ് ഷെഫ് പറഞ്ഞതുപോലത്തെ സാധനങ്ങൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഞങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ ഞാൻ ചെന്ന് മാഗി ഞാനൊന്ന് പറയാം. രണ്ടാമത് മല്ലിയില ചോദിച്ചു. അപ്പൊ ആദ്യം മല്ലിയില അല്ല നീ ചോദിക്കുന്നത് ഞാൻ കേട്ടത്, പക്ഷെ മല്ലിയില വേണ്ടത് യമുന ചേച്ചി. ഞാൻ പ്രൊഡ്യൂസറെ എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടു.
ഞങ്ങൾ തേങ്ങാക്കൊത്ത് ചോദിച്ചുകൊണ്ട് ഞങ്ങളത് ജഡ്ജ് ചെയ്യേണ്ട അത്രയും ഞങ്ങൾ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമാണ് നിങ്ങൾ അത് മാറ്റി വെച്ചാൽ പോലെ ഞങ്ങൾ കുഴപ്പമില്ല നമ്മളത് നോക്കണ്ട കുഴപ്പമില്ല ഒരു ഇഷ്യൂ നിങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയേ ഇല്ല സൊല്യൂഷൻ പറ. ഇതിനകത്ത് ആരെങ്കിലും ഒഴിവാകണമെന്നോ കൂട്ടിച്ചേർക്കണോ ഒന്നും അല്ല പറഞ്ഞത്. ഈ അങ്ങനെയല്ല. പറഞ്ഞ കാര്യം നിയമത്തിന്റെ എല്ലാവർക്കും കാര്യം ബോധ്യപ്പെടുക, പറഞ്ഞോളൂ, കാര്യം മനസ്സിലായി, നമ്മൾ മത്സരത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. തേങ്ങ ഒരു വലിയ വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തേങ്ങ ഇട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവരെ തന്നെ ആദ്യം വിളിക്കാം. അതെ അല്ലേ? വിവാദങ്ങളുടെ അവസാനത്തിൽ തേങ്ങാക്കൊത്തില്ലാത്ത ചിക്കനുമായി ദിവ്യ ആൻഡ് ക്രിസ്. ആ സ്റ്റൈലാ, വിവാദങ്ങളുടെ സ്റ്റൈലെ കണ്ടായിരുന്നോ? മാരി എറിഞ്ഞ ഏതാ അത്? പക്ഷെ അനീഷേട്ടാ ഒരു ലോഡ് അതിലൊരു തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വെട്ടിപ്പോരുത്. തേങ്ങ എന്നുള്ളൊരു വാക്കുപോലും കിട്ടിപ്പോകുന്നു. ഈ മേലെ Reject. അല്ലാതെ ഞാനും വിചാരിച്ചു എന്റെ കളർ കണ്ടപ്പോ തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയി. ഗൗരി, അത് പാടില്ല. ഞങ്ങളിത് എങ്ങനെയെങ്കിലും ആണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്യാബേജിന്റെ തൊണ്ട് പോലും പാടില്ല. പാടില്ല അത് മാറ്റേ അത് തിന്നണ്ട, അത് നീ തിന്നണ്ട, അത് നീ തിന്നണ്ട. തിന്നണ്ടല്ല, കാണിക്കാൻ പാടില്ല. ഈ പാവം ടേസ്റ്റ് ചെയ്തോട്ടെ. ഒന്ന് വന്നു പ്രിയപ്പെട്ട ഷെഫ് നിബു അദ്ദേഹം പറയാണ് ഞാനിതൊന്ന് കഴിച്ചോട്ടെ. അയ്യോ. ശ്ശേ. ഏത് സമയത്താ വരാൻ തോന്നിയെന്ന്. അത് തന്നെ. ഈ കറിയുടെ പേരെന്നാ? അയ്യോ പേര് കണ്ണൂർ ചിക്കൻ മസാല അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ചിക്കൻ മസാല. ചിക്കൻ മസാല. അത് ഞാൻ കണ്ണൂരിലാണെങ്കിൽ നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ഇടും. എനിക്ക് അറിയാത്തോണ്ട് ഇപ്പൊ കണ്ണൂരിലെ തേങ്ങാക്കൊത്തിടും. തേങ്ങ കൊത്തിടാണ്ടോ തേങ്ങ കൊത്തിട്ടാ കുറച്ചും കൂടി കണ്ണൂരാവും. നല്ലതാ. വേറൊരു ടേസ്റ്റ്. സന്തോഷം. മുഖത്ത് ചിരി മതി നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യം നന്നായി ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നവരാണ്. ഞാൻ ഭയങ്കര ഫുഡ് എന്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഫുഡ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ഇത് വെരി ടേസ്റ്റ്. ടേസ്റ്റിയാ. അല്ല ഈ സൈഡ് വെച്ചിരിക്കുന്ന തന്നെ അത് വെറുതെ സാൽസ. സൽസ. സൽസ വരുമ്പോഴേക്കും മാറിയില്ലേ? അല്ല അത് ജസ്റ്റ് മൗത്ത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ മസാല കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആസിഡ് ഇല്ലാതെ നാക്ക് ക്ലിയർ ആവും, ടേസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പോ നമ്മള് നാടൻ ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ് മസാല. അത് ഇതിന്റെ കൂടെ അതിന്റെ റോസ്റ്റ് അല്ല, മസാല വരും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സൽസ വെക്കുവോ? വെക്കുന്നത് ഒന്ന് പാലറ്റ് വേണമെങ്കിൽ പാലറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഇത്രയും മസാല കഴിക്കുമ്പോൾ നമുക്ക് സൈഡോ ചപ്പാത്തിയോ റൈസോ ഒന്നും ഇല്ലാത്തത് കാരണം ഒന്ന് പാലറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ആസിഡ്. അപ്പൊ ക്രിസ് ആൻഡ് ദിവ്യ വിശ്രമിച്ചു. താങ്ക് യു. താങ്ക് യു.